റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് വാടകയ്ക്ക് വീടെടുത്ത് താമസം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ കഞ്ചാവുമായി ട്രെയിനിലെത്തും. ബാഗിൽ നിറച്ചു കൊണ്ടുവരുന്ന കഞ്ചാവ് വീടിന് മുന്നിലേക്ക് എറിയും. കിലോയ്ക്ക് 30,000 രൂപ നിരക്കിൽ പിന്നീട് വിൽപ്പന. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വൻതോതിൽ കഞ്ചാവ് കച്ചവടം നടത്തി വന്ന അന്യസംസ്ഥാനക്കാരൻ പിടിയിലായി. കൊച്ചിയിലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 47-കാരൻ സോന മൊല്ല പിടിയിലായത്. പ്രതി കറുകുറ്റിയിൽ റെയിൽവേ ട്രാക്കിന് സമീപം 8 കിലോ കഞ്ചാവുമായാണ് പിടിയിലായത്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. പ്രതി കുറച്ചു ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. അങ്കമാലി ആലുവ റെയിൽവേ സ്റ്റേഷനുകളിൽ റൂറൽ പോലീസ് പരിശോധന ശക്തമാക്കിയതോടെ ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്ന സംഘം പതിവ് രീതികൾ മാറ്റുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കഞ്ചാവ് ബാഗുകൾ എറിയുന്ന രീതിയാണ് തുടർന്നത്. സോനാമൊല്ലയ്ക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ചും ഇയാളിൽ നിന്ന് വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2022-ൽ സോനമൊല്ലയെ പെരുമ്പാവൂർ എക്സൈസ് 52 ഗ്രാം ഹെറോയിനുമായി പിടികൂടിയ കേസുമുണ്ട്. മലയാളം ടെലിവിഷൻ, കൊച്ചി. Coloring your dreams. TB Traders, Bypass Road, Puttanatani.